ചെറിയൊരു AK-47 മുതൽ ഒരു വലിയ ടാങ്ക് വരെ നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്ത് എഞ്ചിനീയറിംഗ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. അതായത് കൂടുതൽ നമ്മളെ ട്രെയിനിങ്ങിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ യുദ്ധത്തിൽ പോകുമ്പോൾ അത്രയും കുറച്ച് ചോര ഒഴിക്കാൻ മതി. ഇസ്രായേൽ, സൗത്ത് കൊറിയ ഒക്കെ കൺസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഒരു കൊല്ലം നമ്മൾ ആർമിയിൽ പോയി ചെയ്യണം. ഞാൻ പറഞ്ഞു ശരിക്കും ആക്ച്വലി ഇന്ത്യയിൽ വരണം, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു 25 കിലോ വെയിറ്റ്, പിന്നെ ഒരു 5 കിലോൻ്റെ വെപ്പൺ കൊടുത്തിട്ട് നിങ്ങൾ 40 കിലോമീറ്റർ ഓടണം. അതിന് ടൈം ഉണ്ട് കേട്ടോ, ആ ടൈമിൽ എത്തിയില്ലെങ്കിൽ ഫെയിലുമാണ്. അപ്പോൾ ഒരു 15-20 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ തീരും, നിങ്ങളുടെ കാലിലൊക്കെ ബോയിൽസ് ഒക്കെ വരും, പിന്നെ നിങ്ങൾക്ക് പറ്റില്ല. ആ ബാക്കിയുള്ള 20 കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മൈൻഡാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ് സെറ്റ്. നിങ്ങൾ മൈൻഡ് സെറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനും തയ്യാറായിട്ട് ചെല്ലുകയാണെങ്കിൽ ആർമി നിങ്ങളെ ട്രെയിൻ ചെയ്ത് പതിവപ്പെടുത്തിയെടുത്തിക്കോളും. ദ ക്യൂ അഭിമുഖത്തിൽ മേജർ വിജയ് ഭാർഗവൻ, സ്വാഗതം. നമസ്കാരം. 11 വർഷം സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. അതെ. ആർമിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, അതുപോലെ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഭാഗമായിരുന്നു. ഈ ആർമിയിലേക്കുള്ള ഒരു ആദ്യ ആലോചന ഏത് ഘട്ടത്തിലായിരുന്നു? കാരണം മറ്റൊരു ഫീൽഡിൽ പഠനം പൂർത്തിയായി ജോലി നോക്കിയിരുന്ന ഒരാൾ ആർമിയുടെ ഭാഗമാവുന്നു. 11 വർഷം ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലെയും അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ ഭാഗമായി സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആദ്യ ആലോചന എന്ന് പറയാവുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ആർമിയിൽ എത്തിപ്പെട്ടതാണ്. വരണമെന്ന് യാതൊരുവിധ പ്ലാനും ഇല്ലായിരുന്നു. എപ്പോഴും എൻ്റെ ലൈഫിലെല്ലാം ഒരു ഡെസ്റ്റിനി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ KVയിലാണ് പഠിച്ചത് നാട്ടിൽ. പിന്നെ അച്ഛൻ ഒമാനിലായിരുന്നു, റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാനിൽ അവിടെ ഓഫീസറായിരുന്നു. അപ്പോൾ ഒമാനിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ ചെന്നൈയിൽ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ UK പോയി. അവിടെ അതിൻ്റെ ജോലിയും ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു റേസിസത്തിൻ്റെ ഒരു ഇതൊക്കെ കിട്ടാൻ തുടങ്ങിയത്. കാരണം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മളൊരു പുറത്തൊരു കൺട്രിയിൽ പോയപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ഒരു തേർഡ് വേൾഡ് കൺട്രി എന്നുള്ള ലെവലാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ആക്ച്വലി ഒരു ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തൊരു സംഭവമാണ്. കാരണം 22-23 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ആക്സെപ്റ്റൻസ് ആണല്ലോ നോക്കുന്നത്. ഓക്കെ, ജോലി വേണം, നല്ല കാശ് വേണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2010-11 ആ കാലഘട്ടമാണ് കേട്ടോ, യൂട്യൂബൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് വീട്ടിലിരുന്ന് ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ നോക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെ, കാർഗിൽ ഹീറോ, പുള്ളിയുടെ വീഡിയോയും പിന്നെ ഒരു സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഓഫീസർ ഉണ്ട് ക്യാപ്റ്റൻ ദീപാങ്കർ ബറു, എനിക്കിപ്പോഴും ഓർമ്മയുള്ളതാണ്, അതൊക്കെ കാണുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായി. ഇവർ കൊള്ളാലോ, കാരണം 22-23 വയസ്സുള്ള ആൾക്കാരാണ്. അവരൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നു, റെസ്പെക്റ്റ് ഒക്കെ കണ്ടപ്പോൾ ഇത് നല്ല സംഭവമാണെന്ന് തോന്നി. പിന്നെ അങ്ങനെയാണ് പിന്നെ കുറച്ചുകൂടെ റീസെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യൻ ആർമിയെ പറ്റി. അതുവരെ ആർമിയെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ, എന്താണ് സംഭവം. നമുക്ക് കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ ആർമി കേൾക്കുമ്പോൾ കൊള്ളാം തോന്നുമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ അത് നോക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കും കൊള്ളാലോ, ഓഫീസർ എൻട്രി ഇങ്ങനെയാണ് നടക്കുന്നത്, ടെക്നിക്കൽ എൻട്രി ഉണ്ട്, എൻജിനീയേഴ്സിന് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്ലൈ ചെയ്തു. ആദ്യ സമയത്ത് അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ല, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷേ നിനക്കെന്താ പ്രാന്തുണ്ടോ, ഇത്രയും കാശ് പഠിച്ച് അവിടെ UK പോയി പഠിച്ചിട്ട് ഇത് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഞാൻ എനിക്കിത് ശരിയാവുന്നില്ല, ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്തു. നാട്ടിൽ ലീവിന് വന്ന സമയത്താണ് SSB ഇൻ്റർവ്യൂ ഉണ്ടായത്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 5 ദിവസം ഇൻ്റർവ്യൂ ഉണ്ടാവുക SSB. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഇൻ്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് സെയിം ചോദ്യം, ഇത്രയും നീ ഇപ്പോൾ UK വർക്ക് ചെയ്യല്ലേ, എന്തിനാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ വരുന്നത്, ഇത്രയും ശമ്പളമൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ സെയിം ആണ് പറഞ്ഞത്. കാരണം ഞാനും ശമ്പളം നല്ല കാശൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് ഈ കുറഞ്ഞ കാലത്തിലൂടെ മനസ്സിലായി, റെസ്പെക്റ്റ് ഇല്ലാണ്ട് കാശ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ പറയുക SSBൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, അതൊരു 1.5 മണിക്കൂർ 1 മണിക്കൂറും ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് 15 മിനിറ്റേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 100% ഔട്ടാണ്, അല്ലെങ്കിൽ 100% ഇന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. കാരണം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മാത്രം ഇതാണ്. കാരണം നമ്മൾ ഓൾറെഡി PIQ ഫോമിലൊക്കെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് തുടങ്ങുന്നത് ഇത് വെച്ചിട്ടാണ്, നീ എന്ത് UK ഇങ്ങോട്ട് വന്ന് എന്നൊക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് ഉറപ്പായി ഒന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും ഒന്നാണ്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. 5 ദിവസം കഴിഞ്ഞു, റെക്കമെൻഡഡ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലെല്ലാം വിളിച്ചു പറഞ്ഞു. തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് ആൾക്കാരുടെ ഒരു റിയാക്ഷനും അപ്രോച്ചൊക്കെ അങ്ങ് മാറി. അതുവരെ കൊച്ചു പയ്യൻ UK എടുക്കുന്ന പയ്യൻ എന്നുള്ള ഒരു ലെവലിൽ നിന്ന് അയ്യോ കേണൽ വന്നല്ലോ, നേരെ കേണലാട്ടോ. അപ്പം എനിക്ക് തോന്നി ഓക്കെ
ഇതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. വല്ലാത്തൊരു വേറൊരു ഇതിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇവൻ ചെയ്തു. കാരണം എല്ലാവരും കുറേ പേർക്ക് ഉണ്ടാവുമല്ലോ ആർമി പോകണം എന്നൊക്കെ, പക്ഷേ ശരിക്കും പലർക്കും പേടിയാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ധൈര്യക്കുറവുണ്ട്. അങ്ങനെ കുറേ പേര് എനിക്കറിയാം. അവരൊക്കെ എന്നെ എടാ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്, ആ ഒരു ലെവലിലായി. അങ്ങനെയാണ് ഞാൻ വെച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കിയേക്കാം, അങ്ങനെയാണ് തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ ആർമിയുടെ കഥകൾ അതുപോലെ ഇന്റർവ്യൂസിലൊക്കെ പൊതുവെ കാണാറുള്ളത് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട കമാൻഡോസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കഥകൾ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മലയാളത്തിലത് അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ അവൈലബിൾ ആയ സ്റ്റോറീസ് ഒക്കെ ഉള്ളത്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ഈ എഞ്ചിനീയറിംഗ് പോലെയുള്ള കുറച്ചും കൂടി ടെക്നിക്കലി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട സ്പേസസ് കൂടെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു കരിയർ ഉണ്ടായിരുന്നത്? ഓക്കെ, എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഗിലായിരുന്നു. കാക്സർ എന്ന് പറയും. അതായത് ക്യാപ്റ്റൻ സൗരവ് കാലിയ എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു ക്യാപ്റ്റൻ സൗരവ് കാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ണ് ഒരു കുത്തി എടുത്ത് ടോർച്ചർ ചെയ്ത് കൊന്നാണ് പാകിസ്ഥാൻ. അതിനുശേഷമാണ് നമ്മുടെ കാർഗിൽ കോൺഫ്ലിക്റ്റ് തന്നെ തുടങ്ങിയത്. ആ ലൊക്കേഷനിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. അത് 311 ഗോർഖ റൈഫിൾസ് GRൻ്റെ കൂടെയായിരുന്നു. അവിടെ 2 കൊല്ലത്തോളം അവിടെ സെർവ് ചെയ്തു. അവിടെ ഒരു പോസ്റ്റ് കമാൻഡർ ആയിരുന്നു, പ്ലട്ടൂൺ കമാൻഡർ എന്ന് പറയാം. ഒരു ഇൻഡിപെൻഡൻറ്റ് വിൻഡർ കട്ട് ഓഫ് പോസ്റ്റ് അതിലായിരുന്നു. അതിലൊരു 32 പേര് എൻ്റെ അണ്ടറിലായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഫ്രണ്ടേജ് എൻ്റെ ആയിരുന്നു. അതിൻ്റെ ഒരു 60 മീറ്റർ അപ്പുറത്താണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഉള്ളൊരു ഇതന്നെ. ഒരു 24 വയസ്സുള്ള ഒരാൾ, ഇതുവരെ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാത്ത എനിക്ക് കിട്ടുന്നത് ഈ 32 പേരുടെ റെസ്പോൺസിബിലിറ്റി. അതെ, അതൊരു വലിയൊരു ഒരു കാര്യമായിരുന്നു ആ സമയത്ത്. പക്ഷേ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് 12 കുമാർ റെജിമെൻറ്റിൻ്റെ കൂടെയായിരുന്നു അഖ്നൂർ ജമ്മു ബോർഡറിൽ IB. ഇത് ഫസ്റ്റ് എത്തതെന്ന് പറഞ്ഞാൽ LC-ലാണ്, ലൈൻ ഓഫ് കൺട്രോൾ. ഡിമാർക്കേഷൻ ഉണ്ടാവില്ല പാകിസ്ഥാന്. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഫെൻസസ് ഉണ്ടാവും. അതാണ് IB, ഇന്റർനാഷണൽ ബൗണ്ടറി എന്ന് പറയും. LC എന്ന് പറഞ്ഞാൽ ഫെൻസിങ് ഉണ്ടാവില്ല, ഡിമാർക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നോമാൻസ് ലാൻഡാണ്. അപ്പോൾ ഒരു പാകിസ്ഥാൻ പറയും ഇത് നമ്മുടെയാണ്, നമ്മളും പറയും ഇത് നമ്മുടെയാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് IB-യിൽ. അവിടെ ആ ലൊക്കേഷനിൽ ഒരു 1.5 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൽ പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കോഴ്സസ് ഉണ്ട്, നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്, ടെക്നിക്കൽ കാര്യങ്ങൾ കുറേ പഠിക്കും. കാരണം നമ്മൾ ആണ് എക്യുപ്മെൻ്റൊക്കെ നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ സിനിമ ഉണ്ടല്ലേ, അതിൽ മോഹൻലാൽ, പൃഥ്വിരാജ് അവരൊക്കെയാണ് മെയിൻ ആക്ടേഴ്സ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ സുജിത് വാസുദേവ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ക്യാമറ പിടിച്ചിട്ട് പണി ചെയ്യുന്നുണ്ട്. പുള്ളി നമ്മൾ കാണില്ല, പക്ഷേ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, മുരളി ഗോപി എന്ന് പറഞ്ഞിട്ട്. അവരെ നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ കാണുന്നത് മെയിൻ ആൾക്കാരെ. എല്ലാം കൂടെ ഒരു ടീം വർക്കാണ് ആർമിയിൽ എപ്പോഴും. ഓഫ് കോഴ്സ് മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഫോഴ്സസോ അല്ലെങ്കിൽ ഗോർക്കയോ ഇൻഫെൻട്രി ഓഫ് യൂണിറ്റിലെ സോൾജേഴ്സ് അവർ തന്നെയാണ്, ദേ ആർ ദ ക്വീൻ ഓഫ് ദ ബാറ്റിൽ. പക്ഷേ അവർക്ക് എക്യുപ്മെൻ്റ് എത്തിക്കുക, അവർക്ക് റാഷൻ എത്തിക്കുക, അവർക്ക് അമ്യൂണിഷൻ എത്തിക്കുക, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഒരു വാർ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ കോർ ഓഫ് ഇലക്ട്രോണിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അതേപോലെ തന്നെ ആർമി സർവീസ് കോർ ഉണ്ട്, ASC എന്ന് പറയും. ആർമി ഓർഡിനൻസ് കോർ ഉണ്ട്, അവരാണ് ഈ ഫുഡ് സർവീസ് കോറാണ് ഫുഡും ഇതൊക്കെ എത്തിക്കുന്നത്. ഓർഡിനൻസ് കോറാണ് ക്ലോതിങ്, അതുപോലെ അമ്യൂണിഷൻ. വെടിയുണ്ടെങ്കിലല്ലേ വെടിവെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അങ്ങനെയാണ് കുറേ അധികം യൂണിറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു റോളാണ് ഈ കോർ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ. അപ്പോൾ അതിൽ കുറേ നമ്മൾ പഠിക്കാനുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു AK-47 മുതൽ ഒരു വലിയ ടാങ്ക് വരെ നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്ത് എഞ്ചിനീയറിംഗ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് കുറേ പഠിക്കാനുണ്ട്. അങ്ങനെ അതിൻ്റെ കോഴ്സസും പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് ആർമമെൻറ്റ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റി. അങ്ങനെ വെപ്പൺ എക്സ്പേർട്ടായി. അത് കഴിഞ്ഞിട്ടായിരുന്നു സ്പെഷ്യൽ ഫോഴ്സസിലേക്ക് പോസ്റ്റിംഗ് വന്ന 4 കൊല്ലം. അവിടെയും എഞ്ചിനീയറിംഗ് സപ്പോർട്ട് തന്നെയായിരുന്നു. രാവിലെ എന്നിട്ട് CEO പറയും, എടാ നമുക്ക് ഇങ്ങനൊരു സാധനം ചെയ്യണം, ഒരു ഇന്നോവേഷൻ ഇങ്ങനെ ചെയ്യണം. കാരണം അവർ ഓപ്പറേഷനിലാണ്, ഫുൾ ടൈം 24/7 ഓപ്പറേഷനിലാണ്. ഒരു ടീം അല്ലെങ്കിൽ വേറൊരു ടീം ഓപ്പറേഷനിലാണ്. അപ്പോൾ അവർക്ക് നമുക്ക് പല ഇന്നോവേറ്റീവ് സാധനങ്ങളും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരെ വെടിവെക്കുന്ന ഒരു റൈഫിൾ നമ്മളടുത്ത് ഓൾറെഡി ഉണ്ട്. കോർണർ ഷോട്ട് എന്ന് പറഞ്ഞ വേറൊരു റൈഫിൾ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ഒരു ഹൗസ് ക്ലിയറിംഗ് ഡ്രില്ലിന് ചെല്ലുമ്പോൾ, ഹൗസ് ക്ലിയറിംഗ് ഒരു മിഷന് ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യാണ്ട് വെപ്പൺ തിരിയും. അതായത് ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് വെടിവെക്കാണ്ട് ഇങ്ങനെ വെടിവെക്കുന്ന ഒരു വെപ്പൺ അതുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കുറച്ച് അങ്ങനെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി വെപ്പണാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം. നമ്മൾ അങ്ങനെ ഉണ്ടാക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക. കാരണം അവർ ഫൈറ്റ് ചെയ്യും, പക്ഷെ അവർക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കണ്ടേ. അങ്ങനെ കുറേ രസകരമായ പരിപാടികളായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റിൽ എനിക്ക് പോസ്റ്റിംഗ് വന്നു. അവിടെ ഒരു എഞ്ചിനീയറിംഗ് സപ്പോർട്ട് ഡെറ്റിൻ്റെ ഓഫീസർ കമാൻഡിങ് ആയിട്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ യൂണിറ്റും എൻ്റെ അണ്ടറിലാണ്. അപ്പോൾ എപ്പോൾ വിളി വരും, ആര് വിളിക്കും, എവിടെ നിന്ന് വിളിക്കും എന്നൊന്നും അറിയില്ല. ഒരു ഫുൾ സർക്കിൾ വന്നു. ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാണ്ട് അവിടെ മുതൽ ആ ഏരിയയിൽ മുഴുവൻ റെസ്പോൺസിബിലിറ്റി. അതെ, അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ആർമിയുടെ പരിശീലനം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരനായ ഒരാളെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഏത് ഘട്ടത്തിലും പോരാടാൻ പാകത്തിലേക്ക് മാനസികമായും ശാരീരികമായി കൂടെ. അപ്പോ ഒരു പരിശീലനം എങ്ങനെയാണ് വിജയെ പരുവപ്പെടുത്തിയെടുത്തത്? ട്രെയിനിങ് അല്ലേ. അപ്പോൾ എൻ്റെ ട്രെയിനിങ് നടന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ എസ് എസ് ബി കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽസ് ഉണ്ടാവും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്കാഡമിക്ക് പോവുക. ആ 2 മാസം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമ്മൾ ആർമിയിലേക്ക് പോവുകയാണ്, നമ്മൾ പലതും ചെയ്യണം, തോക്കും കൊണ്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു ചിന്തകളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ ആർമി മൂവീസൊക്കെ കാണും. ലക്ഷ്യ ആ സമയത്ത് ഇറങ്ങിയ സിനിമയായിരുന്നു, ലക്ഷ്യ കണ്ടു. അങ്ങനെ 2-3 സിനിമയൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര ജോഷൊക്കെ ഭയങ്കര ഹൈയാണ്. പക്ഷേ ഈ സിനിമയിൽ നടക്കുന്നതൊന്നുമല്ല ശരിക്കും ട്രെയിനിൽ നടക്കാം കേട്ടോ. സിനിമയിൽ കാണുന്നത് ഭയങ്കര റോസിയല്ല, നല്ല അടിപൊളി സംഭവം. വരുന്നു, ഹീറോ വരുന്നു, ട്രെയിൻ ചെയ്യുന്നു. അതെ, എന്നാലേ ആൾക്കാർ വരുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നല്ല ഡിഫിക്കൽട്ടാണ്, നല്ല ഹാർഡ് പ്രോസസ്സാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റൽ ടഫ്നെസ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ചെന്നു. ഫസ്റ്റ് ദിവസം എന്നെ വെൽക്കം ചെയ്തു. നേരെ കൊണ്ടുപോകാൻ ബാർബർ ഷോപ്പിലേക്കാണ്. മുടി ആർമി സ്റ്റൈലിൽ കട്ട് ചെയ്യും. ഈ ആർമിയിലെ ടീംസ് നമ്മൾ കമ്പനി എന്നാണ് പറയുക. ഓരോ കമ്പനിയിൽ പിന്നെ പ്ലാറ്റൂൺസും ഉണ്ടാവും. അപ്പോൾ ഓരോ കമ്പനി നമുക്ക് അലോട്ടഡ് ആവും. അവിടെ സീനിയേഴ്സ് ഓൾറെഡി ഉണ്ടാവും. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ഓൾറെഡി 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അവരെ നേരെ നമ്മളവരെ കൈക്കാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ വക പണിഷ്മെൻറ്റും പരിപാടികളും ഫിസിക്കൽ ടഫ്നെസ്സും ഒക്കെ തുടങ്ങും. പുഷപ്പ്, പുള്ളപ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുവരെ നമ്മളത് യൂസ്ഡ് അല്ല. ഓക്കെ, നമ്മളിപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടാവും, നന്നായിട്ട് ചെയ്യും. പക്ഷേ അതൊരു വേറൊരു ലെവലിലേക്കാണ്. കാരണം നമുക്ക് റെസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് എല്ലാത്തിനും റുട്ടീൻ ഉണ്ടാവും. രാവിലെ 5 മണി എണീറ്റ് മുതൽ വൈകുന്നേരം ഒരു 10 മണി കിടക്കുന്നവരെ, 10 മണി കിടക്കലേ ഉള്ളൂ കേട്ടോ, പിന്നെ പൊക്കും. നമ്മൾ പാക്ഡാണ്. നമുക്ക് ചിന്തിക്കാനൊന്നും ടൈമില്ല, ഒന്നും ചിന്തിക്കാൻ ടൈമില്ല. രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ PT പോകണം. PT ഒരു 2 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തായിരിക്കും PT ഉണ്ടാവുക. സൈക്കിളിൽ പോകണം. 4 പേര് ഒരു സ്ക്വാഡായിട്ടാണ് സൈക്കിളിൽ പോവുക. PT 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓടണം. തിരിച്ച് വന്ന് ഡ്രസ്സ് മാറ്റി ഡ്രില്ലിന് പോകണം. 5 മിനിറ്റ് സമയമുള്ളൂ. ഈ 2 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം, പിന്നെ 2 കിലോമീറ്റർ അങ്ങോട്ടും പോകണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പണിഷ്മെൻറ്റാണ്. ലേറ്റ് ആവും, കാരണം അതങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ജസ്റ്റ് ടൈമിൽ എത്തുള്ളൂ. ഈ ടൈമിൽ എത്തിയാൽ തന്നെ നമ്മുടെ ഡ്രിൽ ഉസ്താദ് ഉണ്ടാവും. പുള്ളി അവിടെ ഇരിക്കുകയാണ്. ഇവരെ പൊക്കി, ലേറ്റ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പണിഷ്മെൻ്റാണ്. ആ പണിഷ്മെന്റിനൊക്കെ ഒരു അർത്ഥമുണ്ട്. കാരണം പ്രാക്ടീസിങ്ങിന്റെ ഭാഗം. അതെ, അത് നമ്മളെ മെന്റലി ടഫ് ആക്കുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ എന്താ, അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വരും. അത് ശരിക്കും പറയാം, ദ ട്രെയിനിങ് ടേൺസ് ബോയ്സ് ഇൻ ടു മെൻ ആൻഡ് ഗേൾസ് ഇൻ ടു ലേഡീസ് എന്നാണ് പറയാം. കാരണം നമ്മൾ അങ്ങനെ ആയി മാറും. പിന്നെ ചെന്നൈ പോലൊരു സ്ഥലത്ത് 40-45 ഡിഗ്രി ചൂടുള്ള സ്ഥലത്ത് നമ്മൾ റോഡിൽ നമ്മളോട് പുഷപ്പ് എടുക്കാൻ പറയും. ഉച്ചയ്ക്ക് നല്ല പൊള്ളുന്ന ചൂടായിരിക്കും. നമ്മുടെ കൈയൊക്കെ ഇവിടെയൊക്കെ പൊള്ളി ബോയിൽസ് ഒക്കെ വരും. പക്ഷെ നമുക്കത് പ്രശ്നമായി തോന്നും. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമാവും. പിന്നെ നമ്മളത് എപ്പോൾ വേണമെങ്കിൽ എടുക്കാമെന്നില്ല. കാരണം നമ്മുടെ കൂടെ ഒരു 10-20 പേര് ചെയ്യുന്നുണ്ടാവും നമ്മുടെ കൂടെ, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ ഒരു കൊല്ലത്തോളം നമ്മൾ ചെയ്യുകയാണ് ഈ ട്രെയിനിങ്. സെയിം റുട്ടീനാണ് നമ്മൾ. വിജയ് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോം ചെയ്തത്? എങ്ങനെയാണ് ഒരു കൊല്ലത്തെ പരിശീലനത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വിജയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്താത്തോളായിരുന്നു? അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ട്രെയിനിങ് കഴിഞ്ഞു, ഒരു കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞു. എനിക്ക് സ്റ്റാർസ് എല്ലാം കിട്ടി. ഞാൻ പാസ് ഔട്ടായി, ഇറങ്ങി. ചെന്നൈയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിന് പുറത്ത് വണ്ടി നിർത്തി, ചൂടത്ത് നിർത്തി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരിക. തിരിച്ചു വന്ന് ഡോറ് തുറന്നു. ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കയറുന്നില്ല. അപ്പം അവർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ, എടാ ചൂടല്ലേ, എങ്ങനെ കയറാനാന്ന്. അപ്പോൾ കാരണം ഗ്ലാസ് എല്ലാം കയറ്റി വണ്ടി നിർത്തിയതല്ലേ, എനിക്ക് ആ ചൂട് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവർ നിൽക്കാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, നല്ല ചൂടുണ്ട്, പരവപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അതും കൊണ്ടാണ് നമ്മൾ പിന്നെ യൂണിറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാറി. അപ്പോൾ അതുവരെ നമുക്ക് പല ഈഗോ ഉണ്ടാവും. ഞാനെന്താ ഭാവം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഭയങ്കര ഈഗോ ആയിരിക്കും. നമ്മൾ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ള അങ്ങനത്തെ കുറേ ചിന്തകൾ നമുക്കുണ്ടാവും. ഈ ട്രെയിനിങ് കഴിയുമ്പോൾ അതൊക്കെ പൊട്ടും. ഓരോ സാധനങ്ങളും ബ്രേക്ക് ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഞാൻ ട്രെയിനിങ് നമ്മൾ ശരിക്കും ഒരു ജയിലിലോട്ട് കയറുന്ന മാതിരിയാണ്. നമുക്ക് ഫോൺ ഉണ്ടാവില്ല, ഫ്രീഡം ഉണ്ടാവില്ല. നമ്മൾ വേറൊരാൾ പറയുന്ന ഓർഡേഴ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്പെഷ്യലി ഞാനൊക്കെ UK നിന്ന് വന്ന ഒരാൾ,
ഫുൾ ഫ്രീഡ് ആയിട്ട് നടക്കുന്ന ഒരാൾ നേരെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല, അയ്യോ ആകെ കൂടെ കഷ്ടമാണല്ലോ എന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വീട്ടിലേക്ക് വിളിക്കുക. അതുവരെ നമ്മൾ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ 12ാം ക്ലാസ് കഴിഞ്ഞ മുതൽ ഞാൻ വീട്ടിൽ നിന്ന് വിട്ടാൽ നിൽക്കണേ. ഒരു ഓൾമോസ്റ്റ് ഒരു 7-8 കൊല്ലം വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു അത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മയെ ഫസ്റ്റ് വിളിക്കുമ്പോൾ ബൂത്ത് പോയിട്ട് ഫോൺ വിളിക്കുക കേട്ടോ, ലൈനിൽ നിൽക്കുക. നമ്മുടെ ടേൺ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരയാൻ നിന്നിട്ട് വല്ലാത്തൊരു ഫീൽ. അന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് വരും. അതാണ് പിന്നെ മുന്നോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഞാൻ കാർഗിലായിരുന്നപ്പോൾ നമ്മൾ വിൻ്റർ കട്ട് ഓഫ് പോസ്റ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബറിൽ പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ മുന്നിൽ പാകിസ്ഥാൻ ഉണ്ട് കേട്ടോ, 60 മീറ്ററിൽ പാകിസ്ഥാൻ്റെ പോസ്റ്റുകളുണ്ടാവും. അവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങും. നമ്മളൊരു 17,000 ഫീറ്റ് അബവ് സീ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ എന്നൊക്കെ പറയാൻ നമ്മൾ സീ ലെവലിലാണ്. 17,000 ഫീറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇല്ല, തണുപ്പാണ്, 14 ഫീറ്റോളം മഞ്ഞ് വീഴും, പിന്നെ ഓക്സിജൻ കുറവായിരിക്കും, ഈ ഫ്രോസ്റ്റ് ബൈറ്റ് പ്രശ്നങ്ങളൊക്കെ വരും. ഹാപ്പോ എന്ന് പറയും ഒന്ന്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് പൾമിനറി ഓഡിയം, അതായത് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 17,000 അടിയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ബേസ് ക്യാമ്പ് ഒരു 10,000 അടിയിലായിരിക്കും. പിന്നെ നമ്മൾ ഒരു 14,000 അടിയിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യണം. അക്ലിമറ്റൈസേഷൻ എന്ന് പറയും. അത് അക്ലിമറ്റൈസ് ചെയ്യാൻ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് ലങ്സിന് താങ്ങാൻ പറ്റില്ല. ശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സും കയറി നമ്മൾ കൊളാപ്സ് ആവും. അങ്ങനെ മരിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മൾ കയറി പോവാൻ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആക്ച്വലി ഇതാണ്, ഈ ഒരു ട്രെയിനിങ് ആണ് നമ്മളെ ഇതിനൊക്കെ എയ്ഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് യൂസ് ടു ഇറ്റ് നൗ. എത്ര ഹാർഡ്ഷിപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ലേ. പിന്നീട് ആർമിയിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് വരിക? പ്രത്യേകിച്ച് ഒരു യുദ്ധമുഖത്തെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കണമല്ലോ. അപ്പൊ ഏതെങ്കിലും തകരാറുകൾ പരിഹരിക്കുക, സജ്ജീകരിക്കുക, എന്തെല്ലാമാണ് അവിടുത്തെ സംവിധാനങ്ങൾ വരുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ ഒരു പിസ്റ്റൾ മുതൽ ഏറ്റവും വലിയൊരു RT ഗണ്ണോ ബോഫേഴ്സ് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു അർജുൻ പോലത്തെ ഒരു വലിയ ടാങ്കോ, അതിൻ്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2019 ബാലക്കോട്ട് സ്ട്രൈക്ക് നടന്നു. പുൽവാമ അറ്റാക്ക് കഴിഞ്ഞു, അതിൻ്റെ ബാലക്കോട്ട് സ്ട്രൈക്ക് വന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം. ഇപ്പോൾ യുദ്ധം ഇല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു പരാക്രം 2001 കഴിഞ്ഞ് കഴിഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടൊന്നും നടന്നിട്ടില്ല. ഓപ്പറേഷൻസും സ്കെർമിഷസും നടക്കുന്നില്ല, അങ്ങനത്തെ നടക്കുന്നുള്ളൂ. ഈ ബാലക്കോട്ടിൻ്റെ സമയത്താണ് അത്യാവശ്യം ഒരു നല്ലൊരു എസ്കലേഷൻ വന്നത്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക്സിനൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഉണ്ടാവും, പീരിയോഡിക് മെയിൻ്റെനൻസ് പറയും, മീഡിയം റീസെറ്റ്, ബേസ് ഓവറോൾ, അങ്ങനെ കുറേ പരിപാടികളുണ്ടാവും. അതായത് നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കില്ലേ, അത് മറ്റേ സംഭവം. പക്ഷേ ഇതൊരു 6 മാസത്തെ സംഭവമാണ്. കാരണം ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ പല സിസ്റ്റംസ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ഉണ്ട്, ഡ്രൈവിംഗ് സിസ്റ്റം വേറെ ഉണ്ട്, ഫയറിംഗ് സിസ്റ്റം വേറെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇത് സർവീസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു 6 മാസം 3 മാസം ആ ഒരു ടൈം എടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ ടാങ്കുകൾ നമ്മൾ പീരിയോഡിക്കായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ പ്രശ്നങ്ങളൊന്നും നടക്കാത്ത സമയത്താണ് ഇതൊക്കെ നടത്തുക. അപ്പോൾ പെട്ടെന്നാണ് ഈ സാധനം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അഖ്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അത് നമ്മുടെ ഒരു രജോറി ആ ഏരിയ, രജോറി അഖ്നൂർ ആ ഒരു ബെൽറ്റാണ്. അതിനടുത്താണ് ജോറിയ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ ജോറിയൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മുന്നത്തെ പാകിസ്ഥാൻ യുദ്ധങ്ങളും ജോറിയ പാകിസ്ഥാൻ വന്ന് ക്യാപ്ചർ ചെയ്യും. അവർക്ക് എളുപ്പമാണ്, കാരണം പ്ലെയിൻ ഏരിയ ആണ്, അതിൻ്റെ അപ്പുറത്താണ് അവരുടെ ഈ ടാങ്കിൻ്റെ ബ്രിഗേഡുകളും പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു എൻക്ലേവ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ പല സ്ഥലത്തും പല പ്രാവശ്യവും ജോറിയ അവർ പിടിച്ചിട്ടുണ്ട്. അവരുടെ ടാങ്ക് ബാറ്റിലിൻ്റെ മെയിൻ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടി, ഈ ടാങ്ക്സ് പെട്ടെന്ന് നമ്മൾ ഓൺ റോഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? രാവും പകലിരുന്നിട്ട് പണിയെടുത്തിട്ടാണ് പെട്ടെന്ന് എല്ലാം ആയിട്ട്, പലതും കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ വർക്കബിൾ കണ്ടീഷനിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില സമയത്ത് കാര്യങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ പിന്നെ ഈ ഓപ്പറേഷൻസ് ടീമിൽ പോകില്ലേ, ഇപ്പോൾ ഗോർക്ക ആണെങ്കിലും സ്പെഷ്യൽ ഫോഴ്സ് ആണെങ്കിലും അവരുടെ കൂടെ ഒരു എഞ്ചിനീയറിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. പുള്ളിയുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫയർ ചെയ്യുന്നത് ചിലപ്പോൾ ഫയറിംഗ് പിന്ന് പൊട്ടാം, അല്ലെങ്കിൽ വെപ്പണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ആ പുള്ളിക്ക് ഫയർ ചെയ്യാൻ പറ്റില്ല. വെപ്പണില്ലാതൊരു സോൾജർ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ അത് വെപ്പൺ ശരിയാക്കി പുള്ളിക്ക് കൊടുക്കണം, ഓൺ ദ സ്പോട്ട്. അങ്ങനെ കുറേ എച്ച്ലോൺസ് എന്ന് പറയും. ആദ്യം കുറേ ഉണ്ട്, R1 റിപ്പയർ, R2 റിപ്പയർ, അങ്ങനെ. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ചെയ്യുന്ന റിപ്പയറാണ് ഈ R1 റിപ്പയർ. പിന്നെ ഒന്ന് നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി കിടന്നു വയ്ക്കുക, അത് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ ഫൈറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മൂവ് ചെയ്തിട്ട് അവിടെ റിപ്പയർ ചെയ്യുക. അതിനൊക്കെ നമ്മൾ സാധനങ്ങളും സ്പെയർസും ഒക്കെ കൊണ്ടുപോകും വേണം.
അപ്പൊ അത്രയും ഒരു ഇമ്പോർട്ടന്റ് പരിപാടിയാണ്, ടെക്നിക്കൽ സാധനം തന്നെ. ഇപ്പൊ ഇതിപ്പോ ഒരു പക്ഷെ അതിർത്തി പ്രദേശത്തൊക്കെ ആണെങ്കിൽ അതല്ലെങ്കിൽ ക്യാമ്പുമായിട്ട് ഒരു നിശ്ചിത അകലം വിട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കാറുള്ളത്? ഇപ്പൊ ഒരു പ്രത്യേകിച്ച് അതിർത്തി പ്രദേശത്തൊക്കെ ഒരു തകരാറ് സംഭവിച്ചാൽ ഇതിന്റെ മെയിൻ്റെനൻസിനുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ കൊണ്ടുപോകുക, എങ്ങനെ കാര്യങ്ങൾ? അത് നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്യണം. അപ്പം നമ്മളിപ്പോ ഈ ഒരു ബോർഡർ ഏരിയയിൽ ഒരു ടീം ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ ആ ടീം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോർക്കയുടെ ടീമാണെന്ന് വെച്ചോളൂ, ഒരു 10 സോൾജേഴ്സ് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഈ 10 പേരെടുത്ത് എന്തൊക്കെ സാധനം ഉണ്ട്, അവരിൽ വെപ്പൺസ് ഉണ്ട്, അവരിൽ സർവൈലൻസ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവരിൽ ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ ആദ്യം നോക്കും ഇതിൽ ഏതൊക്കെയാണ് വീക്ക്, ഏതൊക്കെയാണ് സ്ട്രോങ് എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി സ്പെയർസ് കേറ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് ഓൾറെഡി നമ്മൾ ഫോർവേഡ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഇത് ഇത്ര റൗണ്ട് കഴിഞ്ഞാൽ ഇത് പോവും. അപ്പോഴേക്കും അതിനനുസരിച്ച് ഞാൻ അത് ചെയ്യണം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുക. പക്ഷേ ഈ യുദ്ധമുഖത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു നിമിഷ നേരം കൊണ്ട് തയ്യാറായി പുറപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് ഒറ്റവിളി വരുമ്പോഴേക്ക്. അപ്പൊ ഈ കമ്പനിയിൽ ഈ പറയുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ സജ്ജീകരിച്ച് വെക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം റെഡി ടു മൂവ് എന്ന നിലക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഒരു പ്രൊസീജിയർ എന്താണ് എന്നുള്ളത്? അത് നമ്മൾ ആക്ച്വലി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം നമ്മൾ ഇന്ന് യുദ്ധം വരുമ്പോൾ നമ്മൾ ഇന്ന് എണീറ്റ് പോവല്ല ചെയ്യുക. നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രിപ്പറേഷൻ മുഴുവനും ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊരു കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും. ഇപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു EMEൻ്റെ ഡെറ്റ്, അതിന് എനിക്കൊരു 3 യൂണിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും വിചാരിക്കാം. ആ 3 യൂണിറ്റിനും ഞാൻ ഓൾറെഡി ആൾക്കാരെ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവർക്കറിയാം ഏതൊക്കെയാണ് എക്യുപ്മെൻറ്റ് ഈ 3 യൂണിറ്റിലുള്ളതെന്ന്. അതിനുള്ള സ്പെയർസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇയർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് റെഡി ടു മൂവ് കണ്ടീഷനിലായിരിക്കും എല്ലാ സമയത്തും ഉണ്ടാവുക. അതിപ്പോൾ ഇന്നിപ്പോൾ യുദ്ധം തുടങ്ങിയെന്ന് വിചാരിക്കാം, ഞാൻ എല്ലാം കൂടെ ആ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റും, നേരെ അവർ യൂണിറ്റിലോട്ട് പോവാണ്. അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ ട്രെയിനിങ് സമയത്ത് തന്നെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മുടെ സൈന്യത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഏതെല്ലാം ആയുധങ്ങളുണ്ട് അതിൻ്റെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ സംവിധാനങ്ങൾ എന്നുള്ളത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേൾഡ്സ് 4th ലാർജസ്റ്റ് ആർമിയാണ്. അപ്പോൾ നമ്മൾക്ക് അതിനായിട്ടുള്ള കൺകറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇൻഫൻട്രി യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിൽ വെപ്പൺസ് ഉണ്ട്, ഇൻസാസ് റൈഫിൾസ് ഉണ്ട്, AK-47s ഉണ്ട്, പിന്നെ 51mm മോട്ടർ, 81mm മോട്ടർ എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ നമ്മൾ ബോംബ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും ഈ ഗ്രനേഡ് ഇങ്ങനെ കടിച്ചിട്ടെറിയുന്ന അതല്ല ശരിക്കും ബോംബ്. ഈ ബോംബ് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫൻട്രീൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടേഴ്സാണ്. അതായത് ഏരിയ വെപ്പണാണ്. നമ്മളിങ്ങനെ ഒരു കുഴൽ പോലൊരു സാധനം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിലൊരു ബോംബ് ഇട്ടിട്ടാണ് അത് മേലെ പോയിട്ട്, അതാണ് ഏരിയ വെപ്പൺ എന്ന് പറയും. 2 തരം വെപ്പൺസ് ഉണ്ടാവുക. ഒന്ന് പോയിന്റ് ആൻഡ് ഷൂട്ട്, അതായത് നമ്മുടെ വെപ്പൺസ് പോലത്തെ പിസ്റ്റളും ഇതൊക്കെ പോലത്തെ. പിന്നെ ഒന്ന് ഏരിയ വെപ്പൺ, അതായത് അത് വീണ് കഴിഞ്ഞാൽ ഇത്രയും ഒരു റേഡിയസിൽ ഉള്ള ആൾക്കാരെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന വെപ്പൺസ്. അങ്ങനത്തെയാണ് ഈ 51mm മോട്ടർ, 81mm മോട്ടർ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഗ്രനേഡ് സിസ്റ്റംസ് ഉണ്ട്, AGS എന്ന് പറയും, ഓട്ടോമാറ്റിക് ഗ്രനേഡ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഗ്രനേഡ് ലോഞ്ചേഴ്സ്, പിന്നെ MGL, അങ്ങനത്തെ വെപ്പൺസ് ആണ്. ഫ്ലെയിം ത്രോവർ, അങ്ങനത്തെയൊക്കെയാണ് ഇൻഫൻട്രിയുടെ കയ്യിലുണ്ടാവുക. അത് കഴിഞ്ഞാൽ ആമേർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാങ്ക്സ്, ബേസിക്കലി T-90 എന്ന് കേട്ടിട്ടുണ്ടാവും, T-90 ഭീഷ്മ എന്ന് പറഞ്ഞിട്ട്, പിന്നെ T-72 അജയ, അർജുൻ, അതൊക്കെ ടാങ്ക്സ് കണ്ടിട്ടില്ലേ, അങ്ങനത്തെയാണ് ആമേർഡിൻ്റെ അടുത്തുണ്ടാവുക. പിന്നെ ആർട്ടിലറി യൂണിറ്റ്സ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് ബോഫേഴ്സ്, IFG ഇന്ത്യൻ ഫീൽഡ് ഗൺ, ലൈറ്റ് ഫീൽഡ് ഗൺ, പിന്നെ M777 ഹവെറ്റ്സർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ വെപ്പൺസ്. അതായത് ദൂരം 27-28 കിലോമീറ്റർ റേഞ്ചിൽ എറിയാൻ പറ്റുന്ന വെപ്പൺസ്. പിന്നെ മൾട്ടി ബാരൽ ലോഞ്ചേഴ്സ് ഉണ്ട്, MBRLs എന്ന് പറയും, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഗ്രാഡ് എന്ന് പറയും. ഒരു ലോറിയിലൊക്കെ ഇങ്ങനെ ഒരു മിസൈൽ പോകുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, പല ഈ റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ലോറി, ടാറ്റയാണ് അത് വണ്ടി, ഒരു ചെക്കോസ്ലോവാക്യൻ വണ്ടിയാണ്, അതിൽ ഉള്ളതാണ് റോക്കറ്റ് ലോഞ്ചേഴ്സ്. പിന്നെ സ്മേർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് റേഞ്ച് റോക്കറ്റ്സ് ഉണ്ട്, 90 കിലോമീറ്റർ ഒക്കെ പോയിട്ട് അടിക്കാൻ പറ്റുന്ന. പിന്നെ പിനാക്ക എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സിസ്റ്റംസ് ഉണ്ട്. അങ്ങനത്തെ കുറേ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ വെൻ യു കം ടു സ്പെഷ്യൽ ഫോഴ്സസ്, വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെബോറാണ്, ഇസ്രായേലി വെപ്പൺസ് ആണ്, 5.56 mm. പിന്നെ മോസ്റ്റ് മോഡേൺ സൈറ്റ്സ് ഉണ്ട്. ഏത് ഒരു മോഡേൺ വെപ്പൺ സിസ്റ്റം ഉണ്ടോയെന്ന് വെച്ചാൽ അത് സ്പെഷ്യൽ ഫോഴ്സിന് അടുത്തുണ്ട്. പിന്നെ അഡീഷണൽ ഫണ്ട്സും വരും, അതായത് ACSFP എന്ന് പറയും, ആർമി കമാൻഡ് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പവർ എന്ന് പറയും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം.
ഇപ്പൊ നോർമൽ ആർമിയിൽ ഇല്ലാത്ത എക്യുപ്മെന്റ്സും നമുക്ക് സ്പെഷ്യൽ ഫോഴ്സസിൽ വാങ്ങിക്കാൻ പറ്റുമല്ലേ. ഈ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഇതുപോലെ തന്നെ സേവനം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ഇപ്പൊ ഈ ദുരന്ത മുഖങ്ങളിൽ. ഉദാഹരണം, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒരു സ്പേസിൽ ഒരു അപകടം സംഭവിച്ച സമയത്ത് സൈന്യം വരുന്നെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ആശ്വാസം ചെറുതല്ല. നമ്മളിപ്പോ വയനാടൊക്കെ കണ്ടതാണ്. ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്ക് നാടൊന്നാകെ ഒലിച്ചു പോയപ്പോൾ അവിടെ ഏറ്റവും നിർണായകമായത് ബെയിലി പാലായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിലെടുക്കുന്ന ഒരു എത്രത്തോളാണ് അവരുടെ ഒരു സബ്മിറ്റ് എങ്ങനെയാണുള്ളത്? ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കിയത് എഞ്ചിനീയേഴ്സ് ആണ്. ഇപ്പോൾ കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വേറെയാണ്, എഞ്ചിനീയേഴ്സ് വേറെയാണ്. ഇപ്പോൾ ബെയിലി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സിനൊക്കെ പൂ പറിക്കുന്ന പോലെ സംഭവമുള്ളൂ. കാരണം അവർ സ്ഥിരം എവറി ഡേ എന്നുള്ള പോലെ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ്. അതാണ് ആർമിയിലെല്ലാം പ്രാക്ടീസാണ്. അപ്പോൾ അവർക്ക് അറിയാം, ഇപ്പോൾ ഒരു 10 പേര് ബ്രിഡ്ജ് ലേഔട്ടായി വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നവൻ അറിയാം ഞാനിത് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും അവരുടെ ഓട്ടോമാറ്റിക് ഓട്ടോ മോഡിൽ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ കാർഗിൽ വാറിൻ്റെ സമയത്ത് 1999 NH-1A, അതായത് ശ്രീനഗർ മുതൽ ലേ വരെ പോകുന്ന ആ ഇതിൽ കാർഗിൽ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഒരു സ്ഥലമുണ്ട്. പാകിസ്ഥാന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം, മേലിരുന്നിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം. അവരവിടെ നോക്കിയിട്ട് ആ റോഡിലേക്ക് അവരുടെ RT ഗൺസ് ഫയർ ചെയ്തുകൊണ്ട് സമയമുണ്ട്. അപ്പോൾ ഒരു സ്പോട്ട് ഭയങ്കര വൾണറബിൾ ആയിരുന്നു. അത് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആർമിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് ഫുൾ കശ്മീർ കട്ട് ഓഫ് ആവുമായിരുന്നു. നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ റെജിമെൻറ്റ് രാത്രി അവിടെ ഒരു മതിൽ പണിഞ്ഞു. അതൊരു ഓൾമോസ്റ്റ് ഒരു 300 മീറ്ററിൻ്റെ മതിലാണ്, കല്ലും വെച്ച്. അത് ഇന്നും ആ മതിൽ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു കേപ്പബിലിറ്റി. ഇപ്പോൾ ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അഖ്നൂർ ആയിരുന്ന സമയത്ത് ജോറിയ 2018 ജോറിയയിൽ ഭയങ്കര ഫ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഐ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ ആ ഫ്ലഡ് വരുന്നതിന് മുന്നേ നമുക്ക് അലേർട്ട് വരും. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫ്ലഡ്സാണ് വരിക. ഇപ്പോൾ ചെനാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹിമാചലിൽ നിന്നൊക്കെ വരുന്ന റിവറാണ്. 2 റിവർ കൂടിയിട്ടാണ് ചെനാബ് റിവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വയനാട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫോഴ്സിലൊക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് പക്ഷേ 2 ദിവസം മുന്നേ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഫ്ലഡ് റിലീഫ് കോളം നമ്മൾ റെഡിയാക്കി വെക്കും. ഇത്ര ആൾക്കാരെ നമ്മൾ പറയും, എന്നിട്ട് ട്രെയിൻ ചെയ്യും. അവർക്ക് കൂടെ റാഷൻ ഉണ്ടാവും, ഫുഡ്. കാരണം ഈ വില്ലേജസിന് ഭക്ഷണമൊക്കെ വേണ്ട. പിന്നെ ബൗട്ട് എന്ന് പറയും, അതായത് ഒരു വലിയ ബോട്ടാണ്. അതിലൊരു നമ്മൾ മറ്റേ എന്താ പറയുക സ്പീഡ് ബോട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ആൾക്കാരെ നമ്മൾ സേവ് ചെയ്യും. പിന്നെ 2019 നമ്മുടെ കർണാടക ഫ്ലഡ്സ്, ബെൽഗാവി, ചിക്മംഗ്ലൂർ, ആ സമയത്ത് ഞാൻ സ്പെഷ്യൽ ഫോഴ്സിലായിരുന്നു. നമ്മുടെ യൂണിറ്റാണ് അവിടെ പോയി ഇത് ചെയ്തത്. പിന്നെ കാർഗിൽ സമയത്ത് നമ്മൾ അവലാൻഷ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഈ മഞ്ഞ് വന്ന് വീഴില്ലേ, നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് കണ്ടിട്ടില്ല. ലാൻഡ് സ്ലൈഡ് നമുക്ക് കാണാം, മണ്ണ് ഭയങ്കര വരുമ്പോൾ നമുക്ക് പേടി തോന്നും. മഞ്ഞ് കണ്ടാൽ നമുക്ക് തോന്നില്ലല്ലോ, മഞ്ഞല്ലേ രസമല്ലേ എന്ന്. മണ്ണിനേക്കാളും കഷ്ടമാണ് ഈ മഞ്ഞ്. അയ്യോ, അത് സിമെന്റ് പോലെ അങ്ങ് പതിക്കുക. അതിൽ മറ്റേ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സമയത്ത് നമ്മൾ ഒരു ഡിസംബർ ആയിരുന്നു, 2013 ഡിസംബർ സമയത്ത് കുറച്ച് പണിക്കാർ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കും, സിവിലിയൻ ആട്ടോ, ബ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ തന്നെ താമസവും കിടക്കുന്നത്. അപ്പോൾ 2 ദിവസം ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്തു. 3-ാമത്തെ ദിവസം മഞ്ഞെല്ലാം കൂടെ അവലാൻഷായി താഴ്ത്തേക്ക് വീണു. ഇവർ കിടക്കുന്ന സ്ഥലത്താണ് ഇത് വീണത്. അപ്പോൾ നമ്മൾ വിവരം കിട്ടി, ഞങ്ങളെ കോളം മൂവ് ചെയ്തു. നമ്മൾ മണ്ണ് മാറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വലിയ പാറ കഷ്ണങ്ങളായിരുന്നു. മണ്ണ് മാറ്റി 3 പേര് മരിച്ചു, രക്ഷിക്കാൻ പറ്റിയില്ല. 2 പേര് സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങായിരുന്നു. ഒരാളുടെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അയാൾ ഇങ്ങനെ കിടക്കണം, മരിച്ചു കിടക്കണം. അപ്പം അതായത് അയാൾ നിൽക്കായിരുന്നു. അങ്ങനെ ഒക്കെ കുറേ അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള ട്രെയിനിങ് നമ്മൾ ഈ ഫ്ലഡ് റിലീഫ് കോളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യും. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ അവയർനെസ് ആണ്. ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പം വയനാട് വന്നപ്പോഴും അവർ ആ ലൊക്കേഷൻ ആദ്യമായിട്ട് വരിക, പക്ഷേ അതേപോലത്തെ സിമിലർ ലൊക്കേഷനിൽ അവർ ഓൾറെഡി സെർവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലാണെങ്കിലും നോർത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ സിറ്റുവേഷനിൽ അത് പിന്നെ നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കിട്ടിയതിനെ കൊണ്ട് ആ അവയർനെസ് ഓൾറെഡി വരും. ഒരു കമ്പനി ഇതുപോലെ ഒരു കോള് വന്ന് ആ ഒരു മിഷൻ പൂർത്തിയായി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പൂർത്തിയായി റിട്ടേൺ തിരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങിപ്പോയാൽ പിന്നീട് അവിടുത്തെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? റൊട്ടീൻ, പിന്നെ ബാക്ക് ടു റൊട്ടീൻ. നമ്മൾ അത് വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ നമ്മളൊരു ഓപ്പറേഷന് പോയി വരികയാണ് വെച്ചാൽ അപ്പോൾ ഒരു 72 hours നമ്മൾ ആംബുഷ് അല്ലെങ്കിൽ പെട്രോളിങ്ങിന് പോയി തിരിച്ചു വന്നു, റെസ്റ്റ് എടുത്തു, റെസ്റ്റ് ആൻഡ് റീകൂ. പിന്നെ നമ്മളെ നോർമൽ PT ബാക്കിയുള്ള റൊട്ടീൻ തുടങ്ങുകയാണ്. എല്ലാ ദിവസവും ഈ ഒരു പരിശീലനം തുടരുമെന്നുള്ളത് എവറി ഡേ പ്രാക്ടീസ്. അതാണ് നമ്മൾ പറയും, the more you sweat in peace, the less you bleed in war.
അതായത് കൂടുതൽ നമ്മളെ ട്രെയിനിങ്ങിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ യുദ്ധത്തിൽ പോകുമ്പോൾ അത്രയും കുറച്ച് ചോര ഒഴിക്കാൻ മതി എന്നുള്ള ഒരു പരിശീലന രീതി തന്നെയാണ്. അതെ, കാരണം പരിശീലിക്കാണ്ട് നമുക്ക് ഒരു കാര്യം പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരേ കാര്യമായിരിക്കും. ഇപ്പോൾ വെപ്പൺ ഫയർ ചെയ്യുന്ന നമ്മൾ സെയിം സാധനം തന്നെ എല്ലാ ആഴ്ചയിലും ഫയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫയറിങ് മുഴുവൻ. പിന്നീട് സ്പെഷ്യൽ ഫോഴ്സിന്റെ ഭാഗമാവുന്നു. അത് ഏതെല്ലാം സ്റ്റേറ്റുകളിലാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാമായിരുന്നു ഒരു ചുമതലകൾ എന്നുള്ളത്? ഓക്കെ, സ്പെഷ്യൽ ഫോഴ്സ് ഞങ്ങളുടെ യൂണിറ്റ് ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് 2 റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ബാംഗ്ലൂരിൽ ഹെഡ് ക്വാർട്ടർ ആണെങ്കിലും നമ്മുടെ ടീംസൊക്കെ ശ്രീനഗറിലായിരുന്നു ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആണല്ലോ നമ്മുടെ റെയ്ഡും പരിപാടികളും ബാക്കിയുള്ള ആർമി ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ടാർഗറ്റ് അക്വിസിഷൻ, അങ്ങനെ കുറേ പരിപാടികൾ. ബാംഗ്ലൂരിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സെക്യൂരിറ്റി. അതായത് നമ്മുടെ സിറ്റിയിൽ എന്തെങ്കിലും, കാരണം ബാംഗ്ലൂരിൽ NSG ഇല്ല, ബാക്കിയുള്ള മുംബൈ, ചെന്നൈ ഒക്കെ NSG ഉണ്ടല്ലോ. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി വാസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ മുംബൈ പോലൊരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ നമ്മളായിരിക്കും ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ലീഡ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. ഹോട്ടലിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഹൗസ് ക്ലിയറിംഗ്, ഹോസ്റ്റേജ് റെസ്ക്യൂ, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. ബാക്കിയെല്ലാം അവന്തിപുര, ശ്രീനഗർ, ആ ലൊക്കേഷനുകളിൽ അവിടെ നോർമൽ സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻസ്, ഇതായിരുന്നു നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇതിൽ ഈ സർവീസ് കാലയളവ് പരിശോധിച്ചാൽ പല സമയത്തും ഒരു ടീമിനെ ലീഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ കുറച്ചുകൂടി സുഖസൗകര്യങ്ങളിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇതിലേക്ക് എത്തി ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഗൗരവമുള്ള, ഓൾറെഡി സൈന്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമുള്ള സിറ്റുവേഷൻ ആണ്. അതിൽ തന്നെ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അതിഗൗരവം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നിർണായകമായ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് എടുക്കേണ്ട മൂവ്മെന്റുകൾ ഉണ്ടല്ലോ, ആ തരത്തിലൊരു ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ലീഡ് ചെയ്യാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 23-ാമത്തെ വയസ്സിൽ ഞാൻ നേരെ കയറി ചെന്നിട്ട് ഒരു പ്ലട്ടൂണിനെ കമാൻഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഒറ്റ ഓർഗനൈസേഷൻ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് തന്നെ ഒരാളെ പിടിച്ചിട്ട് ലീഡ് ചെയ്യാൻ കൊടുക്കുന്നത്. വേറെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു കോർപ്പറേറ്റിലോ എവിടെയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആ 32 പേരുടെ ലൈഫും എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിലും എനിക്ക് നല്ലൊരു ഓർമ്മ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാർഗിൽ പോയി അവിടെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോർഖ ട്രൂപ്സാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗോർഖാസ് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഡാർജിലിംഗ് ആ ഭാഗത്തൊക്കെയുള്ള ഗോർഖാസ് ഉണ്ട്, ഒന്ന് പ്രോപ്പർ നേപ്പാളിലുള്ള ഗോർഖ. അപ്പോൾ എൻ്റെ യൂണിറ്റിൽ ഫുൾ പ്രോപ്പർ നേപ്പാളി ഗോർഖകളാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റിലെത്തി ഒരു 3-4 മാസമായി. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പയ്യനുണ്ട്, തമാങ് എന്ന പേര്. അവൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടിരിക്കുക. 2 ദിവസം ഞാൻ നോക്കുന്നുണ്ട്, ഭയങ്കര ഡിപ്രഷനിലിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് എ കമാൻഡർ. നമ്മൾ യുദ്ധം ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഹാപ്പിയായി കൊണ്ടു നടക്കും വേണം. കാരണം ഇവരാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണത്. അതെ, ഡിപ്രഷൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഇവൻ കയറി വന്ന സമയത്ത് ഇവൻ്റെ വൈഫ് 6 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ ഇപ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടാവും, പക്ഷേ കുട്ടി ആണാണോ പെണ്ണാണോ അറിയില്ല. ഇതിനു മുന്നേ മിസ്കാരേജ് ആയതാണ്. അപ്പോൾ സുഖപ്രസവമാണോ എന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അവിടെ നെറ്റ്വർക്ക് ഇല്ല, കട്ട് ഓഫ് ആണ്, എങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ട് ബേസിൽ വിളിച്ച് അവിടെ നിന്ന് വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ അവിടെ നേപ്പാൾ വരെ എത്തണം. എന്നിട്ട് വിളിച്ച് തിരിച്ചിങ്ങോട്ട് വിളിച്ച് അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പിക്കും. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു, പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ ആ ഒരു 7 ദിവസം വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എനിക്ക് വന്നൊരു പ്രശ്നം പോലെയാണ് ഞാൻ അതിനെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഡീൽ ചെയ്യാനും പാടുള്ളൂ. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ 11 വർഷത്തെ സർവീസിന് ശേഷം ഒരു വ്യക്തിപരമായ സാഹചര്യം കൊണ്ടാണ് സർവീസിന്റെ മാറി നിൽക്കാൻ തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും ഒരു മാനസിക സംഘർഷം എന്നുള്ളത് ചെറുതായിരിക്കുമല്ലോ. ഇത്രയേറെ ഇതിനു വേണ്ടി പരുവപ്പെട്ട് തരപ്പെട്ട ഒരാള് ആ ഒരു തീരുമാനം എടുക്കുന്ന മൊമെന്റ് ശരിക്കും എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാൻസിഷൻ എളുപ്പമായിരുന്നു. അതിന് ഞാൻ പറയേണ്ട ആർമി ട്രെയിനിങ്ങിനെ കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആർമിയിൽ വന്നതും ഡെസ്റ്റിനി, പുറത്ത് പോകുന്നതും ഡെസ്റ്റിനി ആയിരുന്നു. കാരണം ഞാൻ പോകാനൊരു പ്ലാനും ഇല്ലായിരുന്നു. കാരണം 11 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലയളവാണ്. ആൻഡ് ഞാൻ ശരിക്കും അവിടെ ജെല്ലായിരുന്നു. എനിക്കിനി പുറത്ത് വരേണ്ട ആവശ്യമില്ല, ഇനി കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഒരു സീനിയർ HR പ്രൊഫഷണലാണ്. ഒരു നല്ല കരിയർ, MBA ഒക്കെ ചെയ്ത് നല്ല കരിയറിൽ നിൽക്കുക. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. ഒരു കൊല്ലമാണ് നമ്മൾ ഒരുമിച്ച് താമസിച്ചത്. ബാക്കിയെല്ലാം എൻ്റെ 90% ഒന്നെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്തിലായിരുന്നു പോസ്റ്റിങ്.
ബാക്കി വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2021 മോൻ ജനിച്ചു. അപ്പോൾ ആ സമയത്ത് കൊറോണ ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ കുറച്ച് കാലം വർക്ക് ഫ്രം ഹോം ആയിരുന്നു വൈഫിന്. അപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു അഗർത്തലയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും സെപ്പറേഷൻ. അപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആൻഡ് മോനെ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒറ്റയ്ക്കല്ലേ വൈഫ് നോക്കിക്കൊണ്ടിരിക്കണം ബാംഗ്ലൂരിൽ. അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ അവൾ ജോലി ക്വിറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ഷിപ്പ് ജമ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ആർമി നമ്മളെ പഠിപ്പിക്കുന്ന അൺസെൽഫിഷ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് അവളെ കൊണ്ട് ജോലി പിടിപ്പിച്ചിട്ട് ഇത് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല. ഒരാളുടെ കരിയർ ഞാനായിട്ട് കളയുന്നു. അതെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന്. ഇനീഷ്യലി അത് പറഞ്ഞപ്പോൾ ഭയങ്കര എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവളച്ഛൻ എടുക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ, അവർക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ എനിക്ക് അവിടെയാണ് പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത്. കാരണം ഞാൻ ഇത്രയും ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ എനിക്ക് പുറത്ത് പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ IIM മുംബൈയിൽ പോയി ആർമീനെ ട്രങ്കേറ്റഡ് MBA ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് തന്നെ പ്ലേസ്ഡ് ആയി. ഇപ്പോൾ അഗൈൻ ആൻഡ് വൺ തിങ് ആർമിയിൽ നിന്ന് കിട്ടിയ സംഭവം വെച്ചാൽ എവിടെ പോയാലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പരുവപ്പെടും എന്നുള്ള കാര്യം തന്നെയാണ്. 100%. ഈ 11 കാലത്തെ സർവീസ് ശരിക്ക് വിജയ് ഭാർഗവിന് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? കോൺഫിഡൻസ്. കാരണം നമ്മൾ ആ യൂണിഫോം ഇടുന്ന ദിവസം ഉണ്ടല്ലോ, നമ്മളാൾ ശരിക്കും മാറും. ആ 2 സ്റ്റാർസ് ഇപ്പം എപ്പോഴും പറയും, എല്ലാവരും പറയുന്ന ഒരു ക്ലീഷേ ലൈനാണ്, ദ 2 stars on my shoulder is bigger than millions of stars in the sky എന്ന്. അത് ആക്ച്വലി ശരിക്കും ഭയങ്കര ഒരു പവർഫുൾ സെൻറ്റൻസ് ആണ്. കാരണം നമുക്ക് ഈ 2 സ്റ്റാർസ് കിട്ടുമ്പോൾ നമ്മൾ വേറെ ആരോ ആയപ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതാണല്ലോ, നമ്മളെങ്ങനെ കാണുന്നു അതിലാണ് കാര്യങ്ങൾ. ഇപ്പം നമ്മളെ ഞാനാണ് ഏറ്റവും നല്ല സൂപ്പർ ആളെന്ന് വെച്ചാൽ നമ്മൾ ആ കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് എനിക്ക് ആർമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയത്. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നോ, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നോ, അതിനെല്ലാം എനിക്ക് ഇനി ആധാരം ആർമി ആയിരിക്കും. അതെ. കാരണം എനിക്ക് സത്യം പറയാം, ട്രെയിനിങ് കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ ഒന്നിനും പേടി ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാനത് സോൾവ് ചെയ്യും. എത്ര വലിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാനത് ഫേസ് ചെയ്യും. അങ്ങനെ ഒരു ധൈര്യം വന്നത് പണ്ടുണ്ടായിരുന്നില്ല. ആ ഒരു കോളേജ് സമയത്തൊക്കെ പേടിയാണ്. എന്തെങ്കിലും നീ ഒളിച്ചോടും, അയ്യോ വേണ്ട, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അയ്യോ പ്രശ്നങ്ങൾ വരുന്നു, ഒരു പോലീസുകാരൻ വരുന്നു, അയ്യോ എന്തിനായിരിക്കും പോലീസുകാരൻ വരുന്നത്, അയ്യോ മാറി നിൽക്കാം, അങ്ങനെയല്ലേ. ഇപ്പം എന്തെങ്കിലും പോലീസുകാരൻ വന്ന് ചോദിക്കും, യെസ് ഓഫീസർ എന്താണ്, ആ ഒരു നമുക്കൊരു ധൈര്യം അത് ട്രെയിനിങ്ങിനെ കൊണ്ട് കിട്ടും. ജീവിതത്തിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് നമ്മൾ പേഴ്സണാലിറ്റിയെ മാറിപ്പോകും. ഞാൻ അതുകൊണ്ടാണ് എല്ലാവരും കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പല കൺട്രീസിലും ഇസ്രായേൽ, സൗത്ത് കൊറിയ ഒക്കെ കൺസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഒരു കൊല്ലം നമ്മൾ ആർമിയിൽ പോയി ചെയ്യണം. ഞാൻ പറഞ്ഞു ശരിക്കും ആക്ച്വലി ഇന്ത്യയിൽ വരണം, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കൊല്ലം നിങ്ങൾ ചെയ്തു തന്നുണ്ടോ, നിങ്ങൾക്ക് പിന്നെ എന്തും ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, SSB ഇൻ്റർവ്യൂവിന് പലർക്കും കിട്ടില്ല കേട്ടോ. 99.5% റിജക്ഷൻ റേറ്റ്. ഇപ്പോൾ ഒരു 600 പേര് പോയി കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി 1-2 പേര് സെലക്ട് ആവുള്ളൂ. ചിലപ്പോൾ അത്രയും ആവില്ല. അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ പോയി റിജക്റ്റ് ആയവർ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ഇപ്പം ഞാൻ ആൾ മാറിയിട്ടോ, ആ 5 ദിവസം കൊണ്ട് എനിക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും, ഇനി എനിക്ക് എന്ത് ഫേസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആ SSB കഴിഞ്ഞിട്ട് അത് പറയുകയാണെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ ആൾ എന്ത് പറയും, പൂർണ്ണമായി തന്നെ മാറുന്നത്. പിന്നെ 100%. മറ്റ് രാജ്യങ്ങളിലെ ഇതിന്റെ സർവീസിലേക്ക് റിക്രൂട്ട്മെന്റ് കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഒരാൾ സൈന്യത്തിലേക്ക് പോകാൻ ആഗ്രഹം പറയുമ്പോൾ രക്ഷിതാക്കളോ ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ആശങ്ക എന്നുള്ളത് സാമ്പത്തിക ഒരു ആശങ്കയായിരിക്കും. പിന്നെ വേഗം മരണം എന്നുള്ളൊരു പേടി കൂടെ ഉണ്ടാവൂല. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് സെക്ടറിൽ സ്വസ്ഥമായ ഒരു ജീവിതം, സാമ്പത്തിക ഭദ്രത, ഇങ്ങനെയൊക്കെ ഇത്തരം പല ആശങ്കകൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പോ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് വിജയൊക്കെ ഇതേപോലെ കോൾ ചെയ്യുന്നുണ്ടാവും, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് തരം ആശങ്കകളൊക്കെയാണ് സാധാരണ ആളുകൾ പങ്കുവെക്കാറുള്ളത്? മെയിൻ ആശങ്ക എന്ന് പറഞ്ഞാൽ പേടിയാണ്. അച്ഛനും അമ്മയ്ക്കുള്ള പേടി, അയ്യോ എൻ്റെ മോനെ ഞാൻ നേരെ ബോർഡറിലേക്ക് വിടുകയാണല്ലോ, ഫുൾ ടൈം ബോർഡറിലായിരിക്കും. ഫുൾ ടൈം ബോർഡറിലല്ല, ഓക്കെ ബോർഡറിൽ പോകേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി, അത് പാട്ടാണ്. എത്ര ആൾക്കാർ പോകുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബോർഡറിൽ മരിക്കുന്നേക്കാളും ആൾക്കാർ ഇവിടെ വണ്ടി ഇടിച്ചിട്ട് മരിക്കുന്നില്ലേ. പക്ഷെ നിങ്ങളുടെ കുട്ടീന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തിട്ട് എന്തിനും പറ്റുന്ന ഒരാളാക്കിയിട്ടാണ് ബോർഡറിലേക്ക് വിടുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ പോയിട്ട് മരിക്കും അങ്ങനെയല്ല. പക്ഷെ മരണം ഇപ്പോൾ നമ്മുടെ തലവിധിയാണ് അല്ലേ. ഇപ്പം ഞാൻ വിട്ടിരിക്കുന്നു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ വേറെ പല സോൾജേഴ്സും മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവമല്ല. പക്ഷെ നമുക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയും. അല്ലാണ്ട് നമ്മൾ ഇന്ന് പിടിച്ചിട്ട് അവിടെ ബോർഡർ ഇടുകയല്ല. പിന്നെ ബോർഡറിൽ മാത്രമല്ല പോസ്റ്റിംഗ് ഉണ്ടാവുക, നമുക്ക് പല സ്ഥലങ്ങളിലും പോസ്റ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നിപ്പോൾ കാർഗിൽ പോലുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ ആർമി നിങ്ങളെ 2 കൊല്ലം വെക്കുള്ളൂ. കാരണം അതിൽ കൂടുതൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം റൊട്ടേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ
മാനസികമായിട്ട് തളർന്നു പോകുന്ന സിറ്റുവേഷനുകൾ വരും. 2 കൊല്ലം കാർഗിലാണെങ്കിൽ പിന്നെ നിങ്ങൾ 2 കൊല്ലം ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ മധ്യപ്രദേശിലായിരിക്കാം, പല സ്ഥലങ്ങളിലും നിങ്ങൾ ഫുള്ള് ഇന്ത്യ കാണും. അതേപോലെ തന്നെ ഈ അച്ഛനും അമ്മയും പറയില്ലേ, അയ്യോ ഞങ്ങൾക്ക് വേറെ ആരും ഉണ്ടാവില്ല, നിങ്ങൾ ആർമി നോക്കിക്കോളും. പിന്നെ ഈ മോൻ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോൻ കാർഗിലാണ്, അച്ഛനും അമ്മയ്ക്കും ഇവിടെ ക്വാർട്ടേഴ്സ് കിട്ടും, സെപ്പറേറ്റഡ് ഫാമിലി അക്കോമഡേഷൻ, ഭാര്യയ്ക്കും അക്കോമഡേഷൻ കിട്ടും. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഭാര്യയ്ക്കും മോനും അക്കോമഡേഷൻ കിട്ടും. അച്ഛനും അമ്മയ്ക്കും പ്രിവിലേജസ് ഉണ്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് കിട്ടും, ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് ഫ്രീ ആണ്. ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ ഏറ്റവും നന്നായിട്ട് പേ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയാണ്. ഇനിയിപ്പോൾ AP കമ്മീഷനും കൂടെ വരികയാണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ജോലി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ 15 20 അതിൽ കൂടുതൽ കിട്ടുമോ? നേരെ ഒരു ലെഫ്റ്റനൻറ്റ് 21-22 വയസ്സായി ലെഫ്റ്റനൻറ്റ് പോയി കഴിഞ്ഞാൽ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 59,000 ബേസിക് ആണ് കേട്ടോ. പിന്നെ കാർഗിൽ അല്ല, അത് വേറെ. ബേസിക് എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി, അത് പിന്നെ ഇപ്പോൾ ലൊക്കേഷൻ അലവൻസ്, മറ്റേ അലവൻസ്, ട്രാവൽ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർഗിലാണ് ഇപ്പോൾ പോസ്റ്റിംഗ് എന്ന് വെച്ചോളൂ, നേരെ പോയി കിട്ടുക ഒരു 1,20,000 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സാലറി. ഇനി സ്പെഷ്യൽ ഫോഴ്സിലാണെങ്കിലോ 25,000 എക്സ്ട്രാ. അവിടെ നിന്നാണ് പിന്നെ നിങ്ങൾ മേലോട്ട് പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് ഈ പൈസയിലൊന്നും നിങ്ങൾ ചിലവാക്കില്ല. കാരണം നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, നിങ്ങൾ കാർഗിൽ പോലുള്ള സ്ഥലത്താണ്, നിങ്ങൾ ഇവിടെ എവിടെ ചിലവാക്കാനാ? അത് ഫുള്ള് നിങ്ങൾ എക്സ്പെൻസ് വരുന്നില്ലല്ലോ. അപ്പോൾ കാശ് സാമ്പത്തികമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിലും ജോബ് സെക്യൂരിറ്റി ഭയങ്കരമാണ്. നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോക്കണം. ഇപ്പോൾ കോർപ്പറേറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ന് ജോലി പോകും, എന്ന് ജോലി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്ന് വേണമെങ്കിൽ ഫയർ ചെയ്യാം. ഗവൺമെൻറ്റിൽ അങ്ങനെ പ്രശ്നമില്ലല്ലോ. പിന്നെ നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടാണ് നടക്കുന്നത്, നിങ്ങളെ ആര് കണ്ടു കഴിഞ്ഞാലും കൊള്ളാം, ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളാരും എന്താ പറയുക, നിങ്ങളുടെ കോൺഫിഡൻസ് ഒരിക്കലും താഴെ പോവില്ല. ഇങ്ങനെ 2 കാര്യം. അവസാനത്തെ ഒറ്റ കാര്യമുള്ളത്, നിങ്ങൾ സർവീസിലേക്ക് വരൂ എന്ന നിലക്ക് ഒരു മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ വിജയ് എങ്ങനെ ഒരാളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത്? ഓക്കെ, ഒരാളിപ്പോൾ ആർമിയിലേക്ക് വരണമെന്ന് പലർക്കും ഒരു ചിന്തയുണ്ട്. ഇപ്പോൾ നമ്മൾ NDA കൂടെ പോയിട്ടില്ലെങ്കിൽ ആർമിക്ക് വരാൻ പറ്റില്ല എന്ന്. അങ്ങനെയല്ല, ഒരു ഓഫീസറായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് 12th കഴിഞ്ഞിട്ട് NDA ത്രൂ വരാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടും വരാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എഞ്ചിനീയറിംഗ് അത് ഏതാണെങ്കിലും വരാം. ഇപ്പം ഞാൻ അധികം എല്ലാവരോടും എൻ്റെ റെക്കമെൻഡേഷനാണ് കേട്ടോ, നിങ്ങൾ കോളേജിൽ പോയിക്കോളൂ, ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ആർമിക്ക് വന്നോളൂ. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫ് കണ്ടിട്ടുണ്ടാവും. പുറത്ത് എങ്ങനെയാണ്, ഇപ്പോൾ കോളേജിലൊക്കെ നമ്മൾക്ക് അറിയാലോ എങ്ങനെയാണ് നമ്മൾ 100 രൂപ ഉണ്ടെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ എന്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ ആ ഒരു ലൈഫും കൂടെ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മെച്ചോർഡായിരിക്കും. NDA കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല, നമ്മൾ ലൈഫിൽ നിന്ന് ഡയറക്റ്റ് പിന്നെ നമ്മൾ ആർമി മാത്രമേ കാണുന്നുള്ളൂ. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് കുറച്ച് നാരോ ആയി പോകും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതാവും. പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നത്, ഞാൻ ഭയങ്കര മടിയനാണ്, എനിക്ക് ആർമിയിൽ വരാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ബെസ്റ്റ് എക്സാമ്പിളാണ്, ഞാൻ ഭയങ്കര മടിയനാണ്, ഇപ്പോഴും എനിക്ക് മടിയുണ്ട്. പക്ഷെ മടിയും ഡിസിപ്ലിനും രണ്ടാണ്. ഒരു മടിയന് ഡിസിപ്ലിൻ ആവാൻ പറ്റും. ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ടീമിലൊക്കെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മടിയന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ല ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തും. കാരണം അവർക്ക് ആ പണി ചെയ്തിട്ട് വെറുതെ ഇരിക്കണം. ഞാനങ്ങനെ ഒരാളാണ്. ഞാനിപ്പോൾ പിന്നെ ഞാനങ്ങനെ ഇപ്പോൾ നമ്മുടെ ആർമിക്കകത്ത് ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഓട്ടം ചാട്ടം ഒക്കെ, ചിന്നപ്പൊക്കെ എടുക്കണം. അപ്പോൾ ചിന്നപ്പ് നമ്മുടെ എല്ലാത്തിലും സാറ്റ് ഗുഡ് എക്സലൻ്റ് ആണ്. എക്സലൻ്റ് 10 ചെയ്യണം, എനിക്ക് 15 ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ 20 ചെയ്യും. പക്ഷേ ഞാൻ ടെസ്റ്റിൽ 10 ചെയ്യില്ല. എന്തിനാ ചെയ്യണ്ടേ? 10 മാക്സിമം, അതിൽ കൂടുതൽ എന്ത് ചെയ്താലും വേസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അത് പറയാൻ പാടുണ്ടോ അറിയില്ല. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സാധനം തന്നെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എല്ലാം സെലക്റ്റീവാണ്. ഇപ്പോൾ ആർമിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒന്നും ചെയ്യാണ്ടിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രം തന്നെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലരും ഉണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ചെയ്യുന്നതാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇറസ്പോൺസിബിളാണ്, ഞാൻ ഓർഗനൈസ്ഡ് അല്ല. അതൊക്കെ നിങ്ങളെ ട്രെയിനിങ് കൊണ്ടുവന്നോളും. അതെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കൊടുക്കുക. നിങ്ങൾ എന്തിനും തയ്യാറായി മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കില്ല ആർമി എന്ന് പറഞ്ഞാൽ എല്ലാം ഫിസിക്കൽ സംഭവം. ഒരു ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ല. ഒരു 20% നിങ്ങളുടെ ഫിസിക്കൽ ആണെങ്കിൽ നിങ്ങളുടെ 80% നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് റൂട്ട് മാർച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു 25 കിലോ വെയിറ്റ്, പിന്നെ ഒരു 5 കിലോൻ്റെ വെപ്പൺ എടുത്തിട്ട് നിങ്ങൾ 40 കിലോമീറ്റർ ഓടണം. അതിന് ടൈം ഉണ്ട് കേട്ടോ. ആ ടൈമിൽ എത്തിയില്ലെങ്കിൽ ഫെയിലുമാണ്.
അപ്പോൾ ഒരു 15-20 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിലൊക്കെ ബോയിൽസ് ഒക്കെ വരും. പിന്നെ നിങ്ങൾക്ക് പറ്റില്ല. ആ ബാക്കിയുള്ള 20 കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മൈൻഡാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ് സെറ്റ്. നിങ്ങൾ മൈൻഡ് സെറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനും തയ്യാറായിട്ട് ചെല്ലുകയാണെങ്കിൽ ആർമി നിങ്ങളെ ട്രെയിൻ ചെയ്ത് പരുവപ്പെടുത്തിയെടുത്തിക്കോളും. മൈൻഡ് സെറ്റ് ശരിയാവാത്തപ്പോഴാണ് ഇപ്പോൾ SSBയിലൊക്കെ ബുക്കിഷ് നോളജ് അല്ല ആർമിക്ക് വേണ്ടത്, പ്രാക്ടിക്കൽ നോളജാണ്. SSBയിലും പോയാൽ നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക ചെയ്യുക. പഠിച്ചിട്ട് നിങ്ങൾ തത്തമ്മേ പൂച്ച പരിപാടിയല്ല. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ആർമിയിൽ വരാൻ താല്പര്യം, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുക, നിങ്ങൾ പ്രാക്ടിക്കൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുക. അതാണ് ആർമിക്ക് വേണ്ടത്.